ഇപ്പൊ എന്നാണ് ഇപ്പൊ ഈ ഓഫർ തുടങ്ങിയത്? ആരെങ്കിലും സിലിണ്ടർ ഇന്നലെ മുതൽ പലയാളും വിളിക്കുന്നുണ്ട്. വീട്ടിലെ ഗ്യാസ് മതിയോ? വീട്ടിലെ ഗ്യാസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഹോട്ടലിലെ ഗ്യാസ് തന്നെ കിട്ടണം. വാണിജ്യ സിലിണ്ടറുമായിട്ട് വരണം. വാണിജ്യ സിലിണ്ടർ ആയിട്ട് വരണം. 19 കിലോയുടെ സിലിണ്ടർ അല്ലെങ്കിൽ 17 കിലോയുള്ള കുഴപ്പമില്ല. പ്രൈവറ്റ് ആഴ്ച തന്നെ മൂന്നാറിലേക്ക് പോകാൻ പറ്റുമോ? എപ്പോ വേണമെങ്കിലും പോവാം. അവർക്ക് എപ്പോഴാണ് സൗകര്യം കുടുംബസമേതം മൂന്നാറിലേക്ക് പോവാം. കുടുംബസമേതമാണ്. അതായത് ഒരു ഭാര്യ മക്കളുടെ മക്കള് അങ്ങനെ. ഇപ്പൊ എന്നിട്ട് ഈ ഗ്യാസ് കിട്ടാതെ ആയപ്പോ കുറച്ച് ദിവസം കട അടച്ചിട്ടേണ്ട അവസ്ഥ വന്നോ? അടച്ചിട്ടു കുറച്ച് ദിവസം. പിന്നെ മെയിനായിട്ട് ഇപ്പൊ തുറന്നത് ലാഭം ഉദ്ദേശിച്ചിട്ടല്ല. അതായത് ജോലിക്കാരൊക്കെ മറ്റേ ഇലക്ഷനായൊക്കെ പോവാണ്. ബാക്കിയുള്ളവരും പോവാതെ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ നമ്മളിത് നടത്തിക്കൊണ്ടുപോകുന്നത്. കാരണം ഇതൊരു ലാഭമല്ല. അത് മാത്രമല്ല, ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് അടുത്തുള്ളതാണ്. ഈ വരുന്ന യാത്രക്കാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാനുണ്ടാവും. ഞങ്ങൾ ഹോട്ടൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ബുദ്ധിമുട്ടും. ഞങ്ങൾ ഭക്ഷണം മാത്രമല്ല, ഒരു സർവീസും കൂടിയാണല്ലോ. ഇതിന്റെ ഒപ്പം തന്നെ ഈ ഗ്യാസ് നിങ്ങൾക്ക് മേടിക്കാൻ എങ്ങനെയെങ്കിലും ലഭിക്കാനുള്ള വല്ല സാധ്യതയുണ്ടോ? സാധ്യത ഇപ്പൊ ഇന്നലെ മുതൽ ഇന്ന് മുതൽ ഒരു കുറ്റിയായിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുന്ന അറിയില്ല. വിറക് പൂർണ്ണമായിട്ട് ഇപ്പോ വാങ്ങിയിട്ട് അടുപ്പിലാണ്, വിറകിലാണ്. ആൾക്കാർ വരുന്നുള്ള പ്രതീക്ഷയിലാണ്. ആൾക്കാർ വരുന്നുണ്ട്. അല്ല, സിലിണ്ടറായിട്ട് വരുന്നുള്ള പ്രതീക്ഷയിലാണ്. പലരും വിളിക്കുന്നുണ്ട്. വിളിച്ചതൊക്കെ മറ്റേ വീടുകളിലെ ഗ്യാസ് മതിയോ എന്ന് വെച്ചിട്ടാണ് വിളിച്ചത്. ഏതുവരെ ഈ ഓഫർ? നിങ്ങളുടെ ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടുന്നത് വരെ ഓഫറാണ്. അതായത് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നവർ